ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാബേജ് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ജൈവവളത്തെക്കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ക്യാബേജ് തൈകൾ നട്ടിട്ട് 2 മാസമായിട്ടുണ്ട്. ഇത് ഞങ്ങൾ കൃഷിഭവനിൽ നിന്നും വാങ്ങിയ തൈകളാണ്. ക്യാബേജ് തൈകൾ നടുമ്പോൾ മണ്ണൊരുക്കേണ്ടത് എങ്ങനെയെന്നുള്ള വ്യക്തമായൊരു വീഡിയോ ഞങ്ങളുടെ സഞ്ജൻ ടെക് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. 8ഓളം ക്യാബേജ് തൈകളാണ് ഞങ്ങൾ ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ളത്. ക്യാബേജ് തൈകളും കോളിഫ്ലവർ തൈകളും ഒരുമിച്ചാണ് നട്ടത്. കോളിഫ്ലവർ 2 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് തന്നു. ക്യാബേജ് 1 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കാനാവും. ഈ തൈകൾ നട്ടിട്ട് ഇതുവരെ ഇലരോഗങ്ങളോ മറ്റു കീടശല്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സാധാരണ പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കാറുള്ള വളങ്ങൾ തന്നെയാണ് ഇതിനും ഒഴിച്ചു കൊടുക്കാറുള്ളത്. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതും ചാണകവെള്ളം കൂടി ആഴ്ചയിൽ 1 ദിവസം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ 10 ദിവസത്തിലൊരിക്കൽ ഞങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. ഈ ഒരു കമ്പോസ്റ്റ് വേവിക്കാത്ത ഫുഡ് വേസ്റ്റിൽ നിന്നുമാണ് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത്. ഇത് വളരെ എളുപ്പത്തിൽ ആർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന കമ്പോസ്റ്റാണ്. കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞങ്ങളുടെ സഞ്ജൻ ടെക് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കാണുക. ക്യാബേജ് തൈകൾ നട്ടതിന് ശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1 മാസത്തിന് ശേഷം ഈ തൈകൾക്ക് അടിവളം ചെയ്തു കൊടുക്കണം. നിർബന്ധമായും അടിവളം ചെയ്തു കൊടുത്താൽ മാത്രമേ ഇതിന് ഗ്രോത്ത് ഉണ്ടാവൂ. ക്യാബേജ് തൈകൾ മാത്രമല്ല, ഏതൊരു പച്ചക്കറി തൈകൾ നടുമ്പോഴും നട്ട് 1 മാസത്തിന് ശേഷം നമ്മൾ അടിവളം ചെയ്തു കൊടുക്കണം. ഇതിനായി ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും 3 മിക്സ് എന്നൊരു വളവും കൂടി മിക്സ് ചെയ്താണ് ഇട്ട് കൊടുക്കാറുള്ളത്. ക്യാബേജ്, കോളിഫ്ലവർ ഇവയെല്ലാം ശീതകാല പച്ചക്കറികളാണ്. ശീതകാലങ്ങളിൽ നടുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ ചൂട് കൂടുതലുള്ള സമയമായതുകൊണ്ട് രാവിലെയും വൈകിട്ടും നന്നായി നനയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും ക്യാബേജ് തൈകളും കോളിഫ്ലവർ തൈകളും നട്ടിട്ട് ഞങ്ങൾക്ക് ഒന്നുപോലും സക്സസ് ആവാതിരുന്നിട്ടില്ല. ഞങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ വളപ്രയോഗം ചെയ്താൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതാണ്. ക്യാബേജ് തൈകളും കോളിഫ്ലവർ തൈകളും നടാൻ ആഗ്രഹിക്കുന്നവർ ഇതേ രീതിയിൽ ഒന്ന് നട്ടു നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ക്യാബേജ് വിളവെടുക്കുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.